ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ ചേട്ടൻ പേരെങ്ങനെ? എൻ്റെ പേര് പ്രദീപ്. ശ്രീനിവാസ കോൽ ദേവസ്വം വൈസ് പ്രസിഡന്റ്. ഗോവ സാമ്രാജ്യത്തിൽ നിന്ന് അങ്ങനെ വഞ്ചി തുഴഞ്ഞിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂരും അതേപോലെ ക്ഷേത്ര തന്നെ എത്തിയിരുന്നു. ആ ഇതിൻ്റെതായ ഓർമ്മ ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കലാപരിപാടി, അതേപോലെ നമ്മുടേതായ ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകുളി മഹോത്സവത്തിന് നല്ല രീതിയിൽ തന്നെ ഭക്തജനങ്ങളുടെ ഇപ്പോൾ തെക്കുണ്ട് വടക്കുമുണ്ട്, തെക്കും വടക്കും, വടക്കേ കരയവും തെക്കേ കരയവും അങ്ങനെയുള്ള സമുദായങ്ങൾ, കുടുംബീയ സമുദായങ്ങൾ നടത്തപ്പെടുന്ന വഞ്ചിട്ട് മഹോത്സവം ക്ഷേത്രസന്നിധി മാത്രമല്ല ദീർഘദൂരത്തിൽ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു കാഴ്ച വിരുന്നായിട്ട് തന്നെ ഞങ്ങൾ. ഇത് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും നിങ്ങൾ നടത്താൻ തുടങ്ങി? ഇത് ഒരു വന്നേക്കണ നമ്മൾ പൂർവ്വകാലം മുതലുള്ള ഇതാണ്. തമ്പുരാൻ തന്നേക്കണ ഇതാണ്. അതാണ് തമ്പുരാന്റെ രീതിയിൽ രാജഭരണകാലം തൊട്ടുള്ള ഇതാണ്. രണ്ട് കരോത്തിനും തെക്കോത്തിനും വടക്കോരത്തിനും സ്വത്ത് കുറെ കൊടുത്തിട്ടുണ്ട്. രാജഭരണകാലം മുതൽ നമ്മൾ സ്റ്റാച്യൂന്ന് കൊണ്ടുവന്നുള്ള ഒരു സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഈ സാധനം നമുക്ക് കൊണ്ടുവരുന്നത്. ആ തമ്പുരാക്കന്മാരുടെ ഓർമ്മയോടുകൂടി നമ്മൾ അതിപ്പോഴും ആചാരപരമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആചാരത്തിൽ നമ്മളാണ് ഉള്ളത് വഞ്ചിയെടുപ്പിൽ. അവിടെ വരെ സ്റ്റാച്യൂൻ്റെ അവിടെ പോകും. സ്റ്റാച്യൂൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടം വരെ അങ്ങനെ വഞ്ചി നിലം തൊടിക്കാതെ തന്നെ എല്ലാവരും കയ്യിൽ കൊണ്ടുവന്നു. രണ്ട് ആളുകൾ നല്ല ആഘോഷത്തോട് തുടങ്ങിയ വഞ്ചിയെടുപ്പ് ഇപ്പൊ വിപുലാക്കി. അന്ന് അത്ര ഒന്നും ഉണ്ടായില്ല, ഇപ്പൊ വിപുലാക്കി. ആ വിപുലത്തിന്റെ ഇതിൽ അനുസരിച്ച് നമ്മൾ ഇതുവരെയായിട്ട് ഇപ്പോഴും ഒന്നിനും പുറകോട്ട് മാറിയില്ല, മുമ്പോട്ടാ പോയിട്ടുള്ളൂ ഞങ്ങൾ. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെങ്ങനെ? സുരേഷ്. സുരേഷ്. കുടുംബ സമുദായത്തിന്റെ ഒരു ആചാരമാണ്. വർഷങ്ങളായിട്ട്